ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലേ? പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ചിക്കൻ നല്ല വിനാഗിരിയൊക്കെ ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെക്കുക. ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇടുക. എളുപ്പത്തിന് അതിൽ തന്നെ 2 പൊട്ടറ്റോ ഇട്ടും കൂടെ വേവിക്കുക. വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ലടോ. അത് രണ്ടും കൂടെ ഒരുമിച്ച് വേവിക്കാൻ വെക്കുക. അത് അവിടെ ആകുമ്പോഴേക്കും ഒരു പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക, സവോള ഇടുക. സവോള നല്ലോണം ഒരു 3 സവോള എടുത്തിട്ടുള്ളൂ, കുനുകുന അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിടുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റുക. ഒരു 2 പച്ചമുളക് കൂടെ ഞാൻ അതിൽ കീറിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ നിങ്ങൾ എരിവിനും ആവശ്യത്തിനും അനുസരിച്ച് ഇടുക കേട്ടോ. ഞാൻ വളരെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ, പിള്ളേരൊക്കെ കഴിക്കണോണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. സവോള നല്ലോണം വഴന്ന് വരുന്ന ഇടയിൽ നമ്മുടെ വേവിക്കാൻ വെച്ച ചിക്കനും പൊട്ടാറ്റോയും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പൊട്ടാറ്റോ നല്ലോണം സ്മാഷ് ചെയ്തെടുക്കുക. ചിക്കൻ നല്ലോണം പിച്ചിയെടുക്കുക. ഒരു മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വഴന്ന സവാളയിലേക്ക് ഈ ചിക്കനും പൊട്ടാറ്റോയും ഇട്ട് കൊടുക്കും. ഒന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മസാല റെഡിയാണ് കേട്ടോ. മസാല റെഡി ആയപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണ വരട്ടിയിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ഒന്നാക്കിയെടുക്കുക. രണ്ട് മുട്ട ജസ്റ്റ് ഒരു ഉപ്പിട്ടിട്ട് ഞാനൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ബ്രെഡ് ക്രംസിന് വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് റസ്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. റസ്ക് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത കട്ട്ലേറ്റ് ആദ്യം എഗ്ഗിൽ മുക്കാം. എന്നിട്ട് അതെടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. എല്ലാം അങ്ങനെ ചെയ്ത് വെക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ് കേട്ടോ, ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യണില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആവും. പിന്നെ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാത്തതുണ്ടല്ലോ എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.